ഇന്ന് ബദർ ദിനം. ത്യാഗോജ്വലമായ പോരാട്ടത്തെ അനുസ്മരിച്ച് മുസ്ലിം മതവിശ്വാസികൾ ഇന്ന് ബദർ ദിന ഓർമ്മകളെ അനുസ്മരിക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനുയായികളും മക്ക ഖുറൈശികളും തമ്മിലുള്ള യുദ്ധത്തെയാണ് ബദർ ദിനമായി വിശ്വസിക്കുന്നത്. ഈ യുദ്ധത്തിലൂടെ ആയിരുന്നു മക്കയിൽ ഇസ്ലാം മതം വേരുറപ്പിക്കുന്നത്. ദൈവത്തിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരുടെയും സത്യനിഷേധികളുടെയും യുദ്ധമായാണ് ബദർ യുദ്ധത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഖുറൈശികളുടെ ഉപദ്രവം കാരണം മക്കയിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയും അനുയായികളും മദീനയിലേക്ക് പലായനം ചെയ്തെങ്കിലും ഖുറൈശികളുടെ ഉപദ്രവം തുടർന്നുകൊണ്ടിരുന്നു. ഖുറൈശികളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പ്രവാചകൻ മുഹമ്മദിനും അനുയായികൾക്കും ദൈവം യുദ്ധത്തിന് അനുമതി നൽകിയെന്നുമാണ് വിശ്വാസം. ഹിജ്റ 2-ാം വർഷം റംലാൻ മാസം 17-ന് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ യുദ്ധമായ ബദർ യുദ്ധം നടന്നു. അത്യുഷ്ണമുള്ള ഒരു വെള്ളിയാഴ്ച മുസ്ലിങ്ങളും ഖുറൈശികളും ബദർ എന്ന സ്ഥലത്ത് ഏറ്റുമുട്ടി. അംഗബലം കുറവായിരുന്നിട്ടും മുസ്ലിങ്ങൾ നേടിയ വിജയമാണ് മക്കയിലും മദീനയിലും ഇസ്ലാമിന്റെ വേരുറപ്പിക്കാൻ സഹായകരമായത്. ഇസ്ലാമിൽ സായുധ പ്രതിരോധത്തിന് ആദ്യമായി ദൈവം അനുമതി കൊടുക്കുന്നതും ബദർ യുദ്ധത്തിലാണ്. ഇസ്ലാമിലെ ആദ്യത്തെ ധർമ്മ സമരമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. അത് മക്കക്കാർ മദീനയിലേക്ക് വന്നപ്പം അവിടുന്ന് അവരെ പ്രതിരോധിച്ചതാണ്. അനീതി ഉണ്ടാകുമ്പോൾ അതിനെതിരെ അവസാന കൈക്ക് ഭരണകൂടം ആയുധെടുക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യണം. അത് ലോകം അംഗീകരിക്കുന്നതാണ്. ഇതല്ലാതെ സിവിലിയന്മാർ പരസ്പരം ചേരിതിരിഞ്ഞ് മതത്തിൻ്റെ പേരിലോ പാർട്ടിയുടെ പേരിലോ വംശത്തിൻ്റെ പേരിലോ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന സന്ദേശമാണ് ബദർ നൽകുന്നത്. യൗമുൽ ഫുർഖാൻ എന്നാണ് ബദർ യുദ്ധത്തെ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. യുദ്ധത്തിൽ പങ്കെടുത്ത 313 ബദരിങ്ങളിൽ 14 പേരാണ് മരണപ്പെട്ടത്. ഇന്നേ ദിവസം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഭക്ഷണ വിതരണവും ഉണ്ടാകും. ത്യാഗോജ്വലമായ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ബദർ ദിനം. ന്യൂസ് മലയാളം, വയനാട്.